ഹലോ ഗായ്സ്, SKS മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ പെയിൻറ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഓട്ടോ പെയിൻറ് ചെയ്യുന്ന ഒരു രീതി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പെയിൻറ് ചെയ്യുന്ന ഒരു രീതി പെയിൻറ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് പെയിൻറ്റിങ്ങിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഗായ്സ്, ഈ ഒരു വണ്ടിയുടെ പുട്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുട്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനകത്ത് പെയിൻറ്റിങ് തൊട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ ബോഡിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി ഫില്ലർ, അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് NC പുട്ടി, പിന്നെ PS ഗ്രേ കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഒരു നൈസ് ഒരു 2 കോട്ട് പുട്ടിയും കൂടെ നമ്മൾ രണ്ടാമത് സ്പോട്ട് ഇട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അത് നമ്മൾ തേച്ച് എല്ലാം കഴുകി ഇറക്കിയിട്ടാണ് നമ്മൾ അടുത്ത ഇനി ഇതിന് പ്ലാറ്റ്ഫോം ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വർക്ക് ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം എല്ലാം ബ്രഷിനടിച്ച പാടുകളാണ്, അതെല്ലാം നമ്മൾ പുട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ PS ബ്ലാക്ക് ആണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. അപ്പം PS ബ്ലാക്ക് അടിക്കുന്നത് കണ്ടിട്ട് നമുക്ക് വരാം. PS ബ്ലാക്ക് അടിക്കുന്നതിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ബോഡി കളർ അടിക്കുമ്പോൾ ബോഡി പെയിൻറ്റ് അടിക്കുമ്പോഴത്തേനും ഇതിനകത്ത് പെട്ടെന്ന് കവറാക്കാനാണ് നമ്മൾ ഇതിനകത്ത് PS ബ്ലാക്ക് തന്നെ അടിക്കുന്നത് കേട്ടോ. PS ബ്ലാക്ക് ആകുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ ബോഡി ബ്ലാക്ക് നമുക്ക് പെട്ടെന്ന് കവറായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് PS ബ്ലാക്ക് അടിക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഈ ബാക്ക് ബോഡി ഫുള്ള് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ബോർഡർ മുകളിലാണെന്നുണ്ടെങ്കിൽ മഞ്ഞ അടിക്കുന്നില്ല, ഫുള്ള് ബ്ലാക്ക് ആണ് ഇതിനകത്ത് അടിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രെയിമും അങ്ങനെയാണ്. ഫ്രെയിമിൽ നമ്മൾ ഭാഗം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്, വെളിഭാഗം മാത്രമേ ഫ്രെയിമിൻ്റെ മഞ്ഞ അടിക്കുന്നുള്ളൂ കേട്ടോ.
അങ്ങനെ ഇതിൻ്റെ PS ബ്ലാക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. PS ബ്ലാക്ക് ഫുള്ള് നമ്മൾ ഒരു കോട്ട് അടിച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഇതിനകത്ത് പ്ലാറ്റ്ഫോം നമ്മൾ അടിച്ചിട്ടുണ്ടോ. പ്ലാറ്റ്ഫോം അടിച്ച ശേഷം ഫുള്ള് നമ്മൾ കവർ എടുത്തേക്കാണ്. ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോം അടിച്ച പെയിൻ എന്ന് പറഞ്ഞാൽ ആസ്പ ബ്ലാക്കാണ് അടിച്ചത് കേട്ടോ. ആസ്പ ബ്ലാക്ക് അടിച്ചിട്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്ത് നമ്മൾ സൈഡെല്ലാം മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് എടുത്തേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിയിൽ അടിക്കുമ്പോഴത്തേനും ഇതിനകത്ത് പിന്നെ അകത്തോട്ട് പറന്ന് വരും. നമ്മൾ PU പെയിൻ്റ് അല്ല ഇതിനകത്ത് വെളിയിൽ അടിക്കുന്നത്. അപ്പം ഇതിനകത്ത് വെളിയിൽ അടിക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ ലാക്കറാണ് അടിക്കുന്നത്. ലാക്കർ അടിച്ച് ക്ലിയർ അടിക്കുകയാണ് കേട്ടോ. ലാക്കർ അടിച്ച ശേഷം നമ്മൾ ക്ലിയർ അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ലാക്കർ എന്ന് പറയുമ്പോഴത്തേന് SD പെയിൻ്റാണ്. SD ജെറ്റ് ബ്ലാക്ക് ആണ് നമ്മൾ ഇതിനകത്ത് അടിക്കുന്നത് കേട്ടോ. SD ജെറ്റ് ബ്ലാക്ക് അടിച്ച ശേഷം അതിനകത്ത് നമ്മൾ പിന്നെ ക്ലിയർ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടല്ലേ, ഇതാണ് SD ജെറ്റ് ബ്ലാക്ക്. അത് നമ്മൾ അടിക്കുകയാണ്. അത് നമ്മളെന്ന് പറഞ്ഞാൽ ബോഡി ഫുള്ള് നമ്മൾ ഒരു കോട്ട് അതും കൂടെ നമ്മൾ അടിക്കും കേട്ടോ. അടിച്ച ശേഷമാണ് അടുത്ത വർക്ക്. ഈ വരുന്ന മിക്ക വണ്ടിക്ക് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ PU ബ്ലാക്ക് അങ്ങ് അടിച്ചിട്ട് പിന്നെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മിക്ക വണ്ടിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ചില വണ്ടിക്ക് മാത്രമേ നമ്മൾ ലാക്കർ ബ്ലാക്ക് അടിച്ചിട്ട് ക്ലിയർ അടിക്കാൻ നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഇത് അങ്ങനെയുള്ള ഒരു വർക്കാണിത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാക്കർ പെയിൻറ്റ് അടിച്ച ശേഷം നമ്മൾ ഇതിനകത്ത് സെറാലിക് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ എന്തായാലും നിങ്ങൾ ഇത് പിന്നെ ലാക്കർ പെയിൻറ്റ് അടിക്കുന്നത് കാണുക. അങ്ങനെ നമ്മൾ ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് സെറാലിക് പേള് ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ സെറാലിക് പേള് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. മെറ്റാലിക് പെയിൻറ്റ് മേടിച്ചിട്ട് നമ്മൾ ബ്ലാക്ക് മേടിച്ച് അടിച്ച ശേഷം നമ്മൾ അതിനെ പുറത്ത് നമ്മൾ പിന്നെ ക്ലിയർ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സെറാലിക് പേളെന്ന് പറഞ്ഞപ്പോഴത്തേന് നമ്മൾ ഈ മെറ്റാലിക് നമ്മൾ ഈ പിന്നെ ബ്ലാക്കിനകത്തൊക്കെ ഈ ഒരു പേള് വീഴപ്പോഴാണ് അത് മെറ്റാലിക് പെയിൻ്റ് ആയിട്ട് മാറുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പെയിൻറ്റിന് ഇതൊരു പിന്നെ 50 മില്ലിക്ക് 100 മില്ലിക്ക് 280 രൂപ വിലയാണ്. പക്ഷേ ഒരു ശകലം മതി കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരു ആട്ടോ അടിക്കാൻ വേണ്ടി ഒരു ശകലം മതി, ഒത്തിരി ഒന്നും വേണ്ട. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈ ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ ഇതിനകത്ത് പിന്നെ ആട്ടോയിൽ നമ്മൾ പിന്നെ അങ്ങ് മാറും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ 50 മില്ലിയാണ് ഇതിനകത്ത് നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു 25 മില്ലിയോളം നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു പിന്നെ ആട്ടോയ്ക്ക് അടിക്കാൻ വേണ്ടി 25 മില്ലിയോളം ഞാൻ എടുത്തിട്ടുള്ളൂ. 25 മില്ലി പെയിൻറ്റും അതിൻ്റെ ഹാർണറും ടിന്നറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് സെറാലിക് പേർ അടിക്കുന്നത് കാണാം.
ഈ സെറാലിക് പേളെന്ന് പറയപ്പെടുന്നതിന് ഇതിനകത്ത് നമ്മളൊന്ന് പറത്തി എടുത്താൽ മതി കേട്ടോ. ഒത്തിരി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി നമ്മൾ കട്ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ബ്ലാക്ക് നമ്മൾ അടിച്ച ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പം ഈ സെറാലിക് പേള് നൈസായിട്ടൊന്ന് പറത്തി വിട്ടാൽ മതി. ഒന്ന് പറത്തി വിട്ടെന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റാണ് ഈ ഒരു സെറാലിക് പേളിന്. അപ്പോൾ ആ ഒരു മെറ്റാലിക് ഷെയ്ഡ് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നൈസായിട്ടൊന്ന് പറത്തി വിട്ടാൽ മതി കേട്ടോ. ഈ സെറാലിക് പേളിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 280 രൂപ വിലയാണ് കേട്ടോ. 100 മില്ലിക്ക് 280 രൂപ വിലയാണ്. അപ്പം ഈ ഒരു ഇത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾക്കൊരു 100 മില്ലിക്ക് 50 മില്ലി ഹാർണറും ഒരു 25-30 മില്ലി ടിന്നറും ചേർത്ത ശേഷം നമ്മൾ ഇതിനകത്ത് അടിക്കുക കേട്ടോ. അപ്പം ഈ ഒരു 100 മില്ലി ഫുള്ള് നമ്മളൊരു ആട്ടോയിൽ അടിക്കാൻ പാടില്ല. അപ്പോൾ ഒരു 50 മില്ലിയുടെ പകുതി, ഒരു 25 മില്ലിയോളം മതി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഹാർണറും അതേപോലെ ടിന്നറും ചേർക്കാനായിട്ട്. ചേർത്ത ശേഷം നമ്മൾ ഒന്ന് നൈസായിട്ട് പറത്തി വിടുക. പറത്തി വിട്ട ശേഷം നമ്മൾ ക്ലിയർ കൊടുത്താൽ മതി കേട്ടോ. ക്ലിയർ കൊടുക്കപ്പെടുന്നതിന് നല്ല എഫക്റ്റാണ്. ഞാൻ മെറ്റാലിക് പെയിൻറ്റ് അടിക്കുന്നതിലും നല്ല ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു സെറാലിക് പേൾ അടിക്കപ്പെടുന്നതിന് കിട്ടും കേട്ടോ. ഞാനത് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് സെറാലിക്കിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. സെറാലിക്ക് നമ്മൾ നമ്മളൊന്ന് പറത്തി എടുത്തിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതിനകത്ത് ക്ലിയർ അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ നമ്മളിപ്പോൾ ഇതിൻ്റെ അകമാണ് ആദ്യം നമ്മൾ അടിച്ച് ഇറക്കുന്നത് കേട്ടോ. അകം നല്ല വൃത്തിയിൽ അടിച്ച് ഇറക്കിയ ശേഷം പിന്നെയാണ് നമ്മൾ വെളിഭാഗം അടിക്കുന്നത് കേട്ടോ. ഒരു കോട്ട് നമ്മൾ ഫ്രണ്ട് അടിച്ചിട്ടുണ്ട് ക്ലിയർ. അടുത്ത് നമ്മൾ രണ്ടാമത്തെ കോട്ടാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഫ്രണ്ട് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 2 കോട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കോട്ട് അടിച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അടുത്ത ഒരു കോട്ട് കൊടുത്ത് നമ്മൾ ഫുൾ അങ്ങ് ഫിനിഷ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആട്ടോയ്ക്കാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പിറ്റേ ദിവസത്തേനെ വെക്കത്തില്ല. അന്ന് തന്നെ നമ്മൾ ആദ്യം ചെയ്ത് ഒരു കോട്ട് അടിച്ച ശേഷം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അടുത്ത ഒരു കോട്ടും കൂടെ നമ്മൾ അടിച്ച് എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആട്ടോയൊക്കെ ക്ലിയർ അടിച്ച് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫുള്ള് ക്ലിയർ അടിച്ച് മാറ്റാം.
ഫ്രെയിം നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് അകം നമ്മൾ പിന്നെ ബ്ലാക്കും വെളിഭാഗം മാത്രമാണ് നമ്മൾ യെല്ലോ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എല്ലാം ബ്ലാക്കാണ് അടിച്ച് മാറ്റുന്നത്. അപ്പം ബ്ലാക്ക് നമ്മൾ മെറ്റാലിക് പിന്നെ പെയിൻറ്റും ഒക്കെ പിന്നെ സെറാലിക് പേളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ക്ലിയർ അടിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ അടിച്ച ശേഷം നമ്മൾ അടുത്തതിന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് പിന്നെ വെളിഭാഗം മഞ്ഞ അടിക്കും. ഇതിൻ്റെ മഞ്ഞ എന്ന് പറയുന്നത് എസ് ടിയുടെ ആപ്പേ യെല്ലോ ആണ് ഇതിനകത്ത് അടിക്കുന്നത് കേട്ടോ. അത് ആസ്പ പെയിൻ്റാണ് നമ്മൾ ഈ മഞ്ഞ അടിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം അടിച്ചെന്ന് പറഞ്ഞാൽ ആസ്പ ബ്ലാക്കാണ് അടിച്ചേക്കുന്നത് കേട്ടോ. വെളിഭാഗം അടിച്ചേക്കെന്ന് പറഞ്ഞാൽ എസ് ടിയുടെ ജെറ്റ് ബ്ലാക്കാണ് അടിച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ സെറാലിക് പേള് നമ്മളൊന്ന് ഫുള്ള് പറത്തിയെടുത്ത് അതിനുശേഷം നമ്മൾ പിന്നെ ഇതിനകത്ത് പി യു ക്ലിയർ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിനകത്ത് മഞ്ഞ അടിച്ചേക്കെന്ന് പറഞ്ഞാൽ ആസ്പ എസ് ടിയുടെ ആപ്പയിലാണ് ഇതിനകത്ത് മഞ്ഞ അടിച്ചേക്കുന്നത്. പിന്നെ സെറാലിക് പേള് നല്ല വൃത്തിയായിട്ട് നമ്മൾ തെളിഞ്ഞ് കാണാം കേട്ടോ. പൊടി കയറി കിടക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് പൊടി കയറി കിടക്കുകയാണ്. അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.